പല ബിസിനസിന്റെ, പല കച്ചവടങ്ങളുടെ, പല സേവന മേഖലകളുടെ മൊത്തത്തിലൊരു കാര്യം ഞാൻ പരീക്ഷിക്കുകയല്ല, നിരീക്ഷിച്ചിട്ടാണ് ഇപ്പോ ഈ ഒരു എപ്പിസോഡ് ചെയ്യും. അതും സാധാരണഗതിയിലുള്ള എപ്പിസോഡല്ല. ട്രൗസറും ഷർട്ടും, നമ്മുടെ മുകളിലെ ഷർട്ടും താഴത്തെ ട്രൗസറും ഇതിട്ടിട്ട് തന്നെ ചെയ്യാൻ തോന്നാൻ കാരണം എന്താ വെച്ചാല് എല്ലാ മേഖലേന്റെ അവസ്ഥ ഇതേമാതിരിയാണ്. അടിത്തറ ആണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീഴ്ഭാഗത്തേക്കുള്ള വസ്ത്രധാരണം. മുകളിലേക്ക് എന്ന് പറയുമ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നൊരു മേൽത്തറ, അങ്ങനെ തന്നെ പറയാം. ഇപ്പൊ നമുക്ക് ഒരു വീട് ഉദാഹരണമാക്കി എടുക്കുകയാണെങ്കിൽ, നല്ല അടിപൊളി വീട് അടിത്തറ കറക്റ്റ് അല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര കാലം നിൽക്കും? നമുക്ക് ഒരുപാട് സേവന മേഖലകൾ ഇവിടെ കേരളത്തിലുണ്ട്. അതിൽ ഏറ്റവും കടത്തിലേതാണ്? ഏറ്റവും നഷ്ടത്തിലേതാണ്? ചിന്തിക്കേണ്ട സംഭവം. നമുക്ക് ഒരുപാട് തൊഴിൽ മേഖലകൾ ഇവിടെ കേരളത്തിലുണ്ട്. അതിലേറ്റവും നല്ലത് ഏതാണ്? ഏറ്റവും മുന്നോട്ട് ഹൈലൈറ്റിൽ നിൽക്കുന്നത് ഏതാണ്? ചിന്തിക്കേണ്ട വിഷയം. പിന്നെ കച്ചവടം, ഒരുപാട് കച്ചവടങ്ങൾ, സേവനങ്ങൾ, രണ്ട് മേഖലയാണ് ഇപ്പൊ ശരിക്കും ഉള്ളത് ഇവിടെ. ഒന്ന് ഗവൺമെന്റ്, ഒന്ന് 3 മേഖല. ഞാൻ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് പറയല്ല. എന്നാ 3 മേഖല. ഒന്ന് ഗവൺമെന്റ് മേഖല, സേവനം പലയിട്ടും കേട്ടോ, പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി. രണ്ടാമത്തത് സ്വകാര്യ മേഖല. മൂന്നാമത്തത് ആത്മീയ മേഖല. ഇതിന്റെ മൂന്നിന്റെയും കൂടെ ഒരു മിക്സിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന് തിളക്കം നൽകും. ഭാരതത്തിന് കച്ചവടങ്ങളില്ലേ, തൊഴിലുകളില്ലേ, സേവനങ്ങളില്ലേ? അത് ഭാരതത്തിൽ എല്ലായിടത്തും ഉള്ള അതേപോലെ തന്നെ കേരളത്തിലും ഉണ്ട്. അപ്പൊ താങ്കൾ എവിടെയാണ്? നമ്മൾ കേരളത്തിൽ. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറ്റില്ലേ? പറ്റും. ഈ 3 മേഖലയെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തിട്ട് ജീവിച്ചാൽ കുറേ കാലം ജീവിക്കും. കുറേ കാലം മനസമാധാനമായിട്ട് ജീവിക്കും. ഒരു കുട്ടി കഠിനമായി പ്രയത്നിക്കുകയാണ് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട്. കഠിനമായി പ്രയത്നിച്ചു കഴിഞ്ഞാല് ഇന്നിപ്പോ 16 വയസ്സ് 18 വയസ്സിലൊക്കെ വിമാനം പറത്തിയിട്ടുള്ള ഒരുപാട് കേരളീയരെ നമ്മൾ കണ്ടു. ഇപ്പൊ അടുത്തടുത്ത് ഒരു പെൺകുട്ടീനെയും കണ്ടു, ഒരു പയ്യനെയും കണ്ടു. വിമാനം പറത്തി. എന്റെ കുട്ടിയെ നിനക്കത് കഴിയില്ലായിരുന്നെന്ന് എന്നോട് ചോദിച്ചാൽ ഞാനത് ചെയ്തില്ല. ഇനി പോട്ടെ, എന്റെ കുറെ കുടുംബക്കാരുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, വലിയ വലിയ കോടീശ്വരന്മാർ. അവരുടെ മക്കളൊന്നും അത് ചെയ്തിട്ട് കണ്ടുമില്ല. അതേപോലെ പണിക്ക് പോണതാട്ടാ, അത്യാവശ്യം പണിയൊക്കെ എടുത്ത് ജീവിച്ചു പോരുന്ന കുറെ ആളുകൾ. ഞാനും കുറെ ആയിട്ട് പണിയെടുത്ത് ജീവിച്ചു പോരുന്നതാണ്. എന്റെ ഈ പ്രായത്തിൽ വലിയ ബിസിനസ് ബൂമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എന്റെ ഇതേ പ്രായത്തിൽ ഒരുപാട് ജോലി ചെയ്ത് ജീവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്കിതൊന്നും സംഭവിച്ചില്ലേ എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ ഞാനിതിന് മെയിനായിട്ട് പറയുന്നത്. നമ്മുടെ ഇതിന്റെ വേക്കിൽ ഒരു ഫില്ലർ കണ്ടോ? ഈ ഫില്ലറിന്റെ മേലേക്ക് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് റൂഫ് ചെയ്യണം. അപ്പൊ പൈസ ഉണ്ടാവുമ്പോ പണിക്കാരോട് പറഞ്ഞാൽ പണിക്കാർ വരില്ല. ഒരുത്തം വന്ന് നോക്കി അവൻ തൊട്ടത് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി. അപ്പൊ എന്റെ ഇത് തന്നെ, ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് ഇത് എന്ത് ചെയ്യണം, സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പോലും എനിക്ക് വലിയ ഐഡിയ ഇല്ല.
പൈസ ഉണ്ടാവുമ്പോ പണിക്കാരെ വിളിച്ചാൽ പണിക്കാരെ കിട്ടും. ഇനി വന്ന പണിക്കാരാണെങ്കിലോ കറക്റ്റ് ആവൂല. ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും. എനിക്ക് കോൺട്രാക്ടറെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് കോൺട്രാക്ടർമാരുണ്ട്. അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പണി നടക്കും. അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പണി നടക്കും. പക്ഷെ അവിടെ എനിക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം വരും. സാമ്പത്തിക നഷ്ടം വരും. സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ സംതൃപ്തമുണ്ട്. ഞാനിപ്പോ എന്റെ 2-3 കാര്യങ്ങൾ, ഇപ്പൊ ഡ്രസ് വർക്ക് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ നാളെ വന്ന് മറ്റന്നാൾ പണി തീർത്ത് പോകും. സാമ്പത്തിക നഷ്ടം വരുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷന്റെ നഷ്ടം വരുന്നുണ്ട്. നമ്മൾ എന്താണോ പറഞ്ഞത് അതൊക്കെ അതേപോലെ കഴിച്ചു. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോഴാണ്, പിന്നെ അതിനെപ്പറ്റി വിശദമായി പഠിച്ചപ്പോഴാണ് അതിനെപ്പറ്റി മനസ്സിലായത് ഇത് നമുക്ക് പറയണം. അപ്പൊ ഞാൻ 1-2 പണിക്കാരെ വിളിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല. അതിന്റെ പേരിൽ കിടക്കുന്നതാണ് സംഭവം. പിന്നെ പൈസ ഉള്ളപ്പോ പണിക്കാരെ കിട്ടും. പണിക്കാരെ കിട്ടുമ്പോൾ പൈസ ഉണ്ടാവില്ല എന്നറിയില്ലേ, അതേമാതിരിയാണ് ഇപ്പൊ കിടക്കും. അതുകൊണ്ട് ഞാൻ വേറെ ഇപ്പൊ ലാസ്റ്റ് ഒരു ഇതിന്റെ ഒരാളെ കണ്ട്, കാരണം ആള് പണിയെടുക്കുന്ന ആളാണ്. ഇത് ശരിക്കും കോൺട്രാക്ടർമാരെ, പണിയെടുക്കാത്ത കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചാലാണ് പരവട്ടം. അങ്ങനത്തെ 2 ആൾക്കാരെ ഏൽപ്പിച്ചപ്പോഴാണ് എനിക്ക് നഷ്ടം വന്നത്. അതേപോലെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് ചില ആളുകൾ, പക്ഷെ ശരിയായ രീതിയിലുള്ള ഭാവി കാണാതെ ഈ കാര്യം ചെയ്തിട്ട് അങ്ങനെ എനിക്ക് നഷ്ടം വന്നു. നല്ല പണിക്കാരൻ, അതിനത് ശരിയായ രീതിയിലുള്ള ഭാവി കണ്ടില്ല. അതോടെ എനിക്ക് ആ സാധനം നഷ്ടം വന്നു. അതും ഈ പറഞ്ഞ പോലെ ഡ്രസ് വർക്കിന്റെ ഞാൻ നന്നായിട്ട് ഇതാക്കിയിട്ടേ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ ഒരു ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഏൽപ്പിച്ച്, അവര് വേറൊരു പണിക്കാരനെ വിട്ട്, അവര് വന്ന് അവനൊരു 2 പണി ചെയ്തപ്പോ തന്നെ എനിക്ക് പറ്റിയില്ല. ഞാൻ അവനോട് ചോദിച്ചു, നിനക്കിത് കറക്റ്റായിട്ട് അറിയില്ല? അറിയില്ല, എന്നാ നിങ്ങൾ ചെയ്ത് കാണിച്ചതാ ചോദിക്കുകയാണ്. എന്നാ നിങ്ങൾ ചെയ്ത് കാണിക്കുകയും ഞാൻ നിങ്ങളെ ഹെൽപ്പറായിട്ട് നിൽക്കാന്നാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ നിർത്തിക്കോ, എന്താ കൂലി കൊണ്ടെന്ന് വെച്ചു. 600 രൂപ. ഒരു ഫാനിന്റെ വയറ് ഇതാക്കിയതാണ്. ആകെ അവൻ ചെയ്ത പണിയായിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ അധികം തർക്കിക്കാനൊന്നുമല്ല, വേഗം 600 രൂപയും കൊടുത്തിട്ട് വിട്ടോ എന്റെ വാട് നോക്കി വിട്ടോന്ന്. അവന് നാളെ പണി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എന്നെ സംബന്ധിച്ച വിഷയമില്ല. ജന്മം ഉണ്ടെങ്കിൽ ഞാൻ അവന് പണി കൊടുക്കൂല. അവന് മാത്രല്ല ഞാൻ പണി കൊടുക്കാതിരിക്കുക, അവനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച് ഈ കോർപ്പറേറ്റ് മുതലാളി എന്നൊക്കെ പറഞ്ഞ പോലത്തെ കോൺട്രാക്ടർ ഇല്ലേ, മൂപ്പർക്കും ഞാൻ പണി കൊടുക്കൂല, ആളെ പറയണില്ല. പക്ഷെ അവരുടെ വേറെ ആളുകളുണ്ടല്ലോ പണിയെടുക്കുന്നത്, അവരായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് നോക്കും. പിന്നെ ഞാൻ അതിന്റെ ശേഷം അതേ പണി വേറൊരാളെ ഏൽപ്പിച്ചിട്ടും ഇതുവരെ വന്നില്ല. നോക്കട്ടെ, ആ പണി ഞാൻ ഏത് രീതിയിൽ ചെയ്യിപ്പിക്കണം എന്നുള്ളത് ഞാൻ നോക്കട്ടെ. സമയമുണ്ട്. നമുക്ക് ഇത് അങ്ങനെ ഒരു വലിയ വിഷയമുള്ള സംഭവം ഒന്നല്ല. ഇനിയിപ്പോ ഇത് ചെയ്യാതെ ഞാനങ്ങ് മരിച്ചു പോയെന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോണില്ല. ഇനിയത്തെ എന്റെ പണി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പണിയാണ്. ഈ എക്സ്ട്രാ പണിക്ക് ഞാൻ കൊടുക്കുന്നത് കാശാ. ഈ റൂഫ് ഇതിന്റെ മേലെ ഇടണം, എന്തായാലും കെട്ടിക്കഴിഞ്ഞു. കെട്ടിയ സ്ഥിതിക്ക് അതിന്റെ പൈസ കൊടുത്തു കഴിഞ്ഞു. റൂഫ് ഇടണം, ഈ പറഞ്ഞ പോലെ വീടിന്റെ അവിടെ ഒരു ടോയ്ലറ്റ്, ഇപ്പൊ നമുക്കിവിടെ വെള്ളം കയറുന്ന പറമ്പാണ്, ടോയ്ലറ്റ് കെട്ടണം. ഇതൊക്കെ എനിക്ക് ചെയ്യാണ്ട്. ഇതിനും ഞാനൊരു പണിക്കാരനോട്, അതായത് കോൺട്രാക്ടറോട് പറഞ്ഞു. ഈ കോൺട്രാക്ടർ എന്താ വെച്ചാല് മൂപ്പരോട് ഏൽപ്പിച്ചിട്ട് ഇതുവരെ വന്നില്ല. ഒരു തവണയും കൂടെ വിളിച്ചു നോക്കും, വന്നില്ലെങ്കിൽ അടുത്ത കോൺട്രാക്ടർ. ഇത്രയേ ഉള്ളൂ. ഈ കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പണി നടക്കും. പക്ഷെ ഈ കോൺട്രാക്ടർ എന്താ, ഇപ്പൊ ഞാൻ പടവിനും ഇതിനും വേണ്ടി വിളിച്ച കോൺട്രാക്ടർ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പണിയെടുക്കണ കോൺട്രാക്ടറാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞാല് നമുക്ക് സാമ്പത്തിക നഷ്ടം വന്നില്ല. ഡ്രസ് വർക്കിനുള്ള കോൺട്രാക്ടർമാരെ ഞാൻ ഏൽപ്പിക്കുക, കാരണം അതെനിക്ക് സാമ്പത്തികമായിട്ടും സാറ്റിസ്ഫാക്ഷനായിട്ടും 2 നഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ ഏൽപ്പിക്കൂല. പക്ഷെ അവരുടെ അടുത്ത് അവർക്കൊന്നും ഇനി പണിക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം ആരോഗ്യം പോയി. അവർക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്താണെന്ന് വെച്ചാ അവരുടെ പണി, ഇപ്പൊ ഞാൻ അവർക്ക് പണി കൊടുത്താലുണ്ടാവുന്ന പണി, എനിക്ക് കിട്ടുന്ന പണി എന്താണെന്ന് വെച്ചാൽ നല്ല വൃത്തിയിൽ ചെയ്തു തരും.
നല്ല വൃത്തിയിൽ ചെയ്തു തരും. എങ്ങനെ വേണോ, ഞാൻ ഇപ്പൊ ഇന്നിപ്പോ പണിയെടുപ്പിച്ച് നാളെ അത് അയക്കാൻ പറഞ്ഞാൽ അയച്ചു തരും, ഒക്കെ ചെയ്തു തരും. സാമ്പത്തിക നഷ്ടം സാറ്റിസ്ഫാക്ഷനും അത് രണ്ടും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കോൺട്രാക്ടർമാര്, പണിയെടുക്കാത്ത കോൺട്രാക്ടർമാർക്ക് ഞാൻ പണി കൊടുക്കില്ല. എന്റെ കയ്യിൽ നിന്നുള്ള പൈസ അല്ലേ പോണത്, എനിക്ക് രണ്ടും കിട്ടണ്ടേ. അതേപോലെ തന്നെ ഗവൺമെന്റ് മേഖല സേവനങ്ങളില്ലേ, നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ കിട്ടാത്ത ചില ഗവൺമെന്റ് സേവനങ്ങളില്ലേ, അത് ഞാൻ ചെയ്യില്ല. അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. നമുക്ക് കൃത്യമായിട്ട് അതിന്റെ റിട്ടേൺ കിട്ടുന്നുണ്ടോ? ആരോഗ്യമായിട്ടാ ഗവൺമെന്റ് മേഖലയിൽ പോയാൽ, ഇപ്പൊ എനിക്കൊരു പനിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് മേഖലയിൽ പോയാൽ മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഞാനിപ്പോ കുറെ ആയിട്ട് മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഇനി നമുക്ക് വളരെ കുറഞ്ഞ ലെവലിലുള്ള വിലക്ക് കടല കിട്ടും, പയറ് കിട്ടും, പഞ്ചസാര കിട്ടും. എവിടെ? നമ്മുടെ മാവേലി സ്റ്റോറുകളിൽ. ഗവൺമെന്റിന്റെ ഒരു സേവനം, ഗവൺമെന്റ് പറഞ്ഞാൽ അർദ്ധ സർക്കാർ, ആ ലെവലിൽ അങ്ങനെ എന്തോ ആണ് അവിടുത്തെ സേവനം നടക്കുന്നത്. ഇത് എടുത്തു തരുന്നവരൊക്കെ സാധാരണക്കാര്, അതിന്റെ ഉദ്യോഗസ്ഥൻ, ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ മാത്രം. അതായത് അത് കച്ചവടമാണ്. അവിടുത്തെ ഇത് നമ്മൾ ഒരുപാട് വാങ്ങി യൂസ് ചെയ്തിരുന്ന കേട്ടോ. പക്ഷെ ഈ പരിപാടി ഇപ്പൊ ഞാൻ നിർത്തി. ഈ ഞാനൊരാൾ നിർത്തിയെന്ന് വെച്ചിട്ട് മാവേലി സ്റ്റോറിന് ഒരു ചുക്കും സംഭവിക്കൂല, ത്രിവേണി സ്റ്റോറിന് ഒരു ചുക്കും സംഭവിക്കൂല. പക്ഷെ ഇപ്പൊ ഇനി ഇവിടെ വരുന്നത് ലുലു, നെസ്റ്റോ, വലിയ രണ്ട് ബിസിനസ് ബൂമുകളാണ് ഇവിടെ വരുന്നത്. തിരൂര്, നമ്മളെ വീട്ടിൽ നിന്ന് ഓരോ 5 കിലോമീറ്റർ അവിടെ പോകും. ഹോൾസെയിൽ മാർക്കറ്റ് പോകും, റീറ്റെയിൽ മാർക്കറ്റ് പോകും. ഇവിടെയൊക്കെ കച്ചവടം കുറയുന്നതിന്റെ ഒരു കാരണം ആദ്യം പറയാം. ഞാനും പോവും, ജനങ്ങളൊക്കെ പോവും. എന്നിട്ട് നമുക്ക് 2-3 കാരണമുണ്ട്. ഒന്ന് സമയം, ധനം, ആരോഗ്യം. സമയം, ധനം, ആരോഗ്യം. നമുക്കൊരു പ്രയാസമില്ലാത്ത വിധത്തിൽ ആരാണോ എന്ത് കാര്യവും, ഏതൊരു സേവനവും നമുക്ക് തരുന്നത്, അവരിലേക്ക് നമ്മൾ കൂടുതലായിട്ട് അടുക്കും. എന്റെയൊക്കെ അവസ്ഥ പറയാണ്, നമ്മൾ കൂടുതലായിട്ട് അടുക്കും. അതെ, ഇപ്പൊ ബിസിനസ്സുകൾ പലതും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ്. എന്നാ ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. ഇനി ഒരു 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെയാവും അതിന്റെ അവസ്ഥ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒരു വലിയൊരു തെളിവാണ് പല സ്ഥലങ്ങളിലും ടൂലറ്റ് ഫോർ ഹയർ, വാടകകള്, വാടകയ്ക്ക് കടം മുറി ഒഴിവ്, ടൂലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും വലിയ വലിയ ബിൽഡിങ്ങുകളിൽ കേരളത്തിൽ ഇങ്ങനെ പ്രദർശന ബോർഡുകൾ വന്നോടെ. കേരളത്തിൽ ജനസംഖ്യ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടാ, ജനങ്ങളില്ലാഞ്ഞിട്ടല്ല. ചില ഏരിയയിൽ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മലപ്പുറം ഏരിയയിൽ കുറച്ച് കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ പോയി ഇന്നലെ, അവിടെയുണ്ട് സംഭവങ്ങൾ. വാടകയ്ക്ക് മെയിൻ ടൗണിൽ വാടകയ്ക്ക് ബിൽഡിങ്ങുകൾ കൊടുക്കാണ്ട്. അതേപോലെ കോഴിക്കോട് പോയി, അവിടെയുണ്ട്. ഇനി ഓൾ കേരള നടക്കണമെന്നുണ്ട്. അപ്പൊ ഏകദേശം കൂടുതൽ എവിടെയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ പ്രശ്നം എന്താണെന്നും ഏതാണെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമുക്കുള്ളത് ബുദ്ധിയല്ലല്ലോ, ചെറിയ ബുദ്ധിയോ കോമൺ സെൻസോ അല്ല എനിക്കൊന്നുള്ളത്. എനിക്കൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ കുറച്ചു കാലം അതിനെ പറ്റിയിട്ട് ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വ്യക്തമായ ഉത്തരം ഞാൻ പറഞ്ഞു. അപ്പോ KSRTC എന്ന് പറഞ്ഞ ഒരു ബിസിനസ് സ്ഥാപനം, ഈ പറഞ്ഞ പോലെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, അങ്ങനത്തെ മാവേലി സ്റ്റോർ എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനം, ഇതൊക്കെ ഗവൺമെന്റ് സെക്ടറിന്റെ. പിന്നെ റെയിൽവേ കേന്ദ്ര ഗവൺമെന്റ് സെക്ടറിന്റെ. പിന്നെ ISRO, അതും കേന്ദ്ര ഗവൺമെന്റ് സെക്ടറിന്റെ. എന്തുകൊണ്ട് ISRO, ഈ പറഞ്ഞ റെയിൽവേ, ഇവരൊക്കെ നല്ല ഹൈ ലെവലിലും നമ്മുടെ KSRTC എന്നും നാണം കെടുത്തിക്കൊണ്ട് പെൻഷൻ കൊടുക്കണില്ല, മറ്റേത് കൊടുക്കണില്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ KSRTCയിലേക്ക് എന്തുകൊണ്ട് ചെറുപ്പക്കാർ ആകർഷിക്കപ്പെടുന്നില്ല? ആകർഷിക്കപ്പെടാനിട്ടല്ല, അവിടെ ഇപ്പൊ വേക്കൻസി ഇല്ലായിട്ടാണ്. അവിടെയൊക്കെ പോകുന്നുണ്ട്, പണിക്കാരുണ്ട്. KSRTCക്ക് വീണ്ടും വീണ്ടും നഷ്ടം. ഇന്നലെ ഞാനൊരു KSRTC യാത്ര ചെയ്തു, എന്റെ പൊന്നോ,
ഡ്രൈവർ എന്തായി കാട്ടിക്കൂട്ടുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. നോക്കുമ്പോ പിന്നെ ലാസ്റ്റ് ഞാൻ ഇറങ്ങാൻ നേരത്ത് നോക്കിയപ്പോൾ ആള് കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രിയാണ്. ഈ കണ്ണട വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്തോ ഭാഗ്യത്തിന് എത്തി എന്നൊക്കെ പറഞ്ഞ കാര്യം. പക്ഷെ ആള് വളരെ സ്ലോയിലാണ് കേട്ടോ. കാരണം ഹൈ സ്പീഡിൽ പോകേണ്ട ഒരു KSRTC ആണ്. അങ്ങനത്തെ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് അങ്ങനെ എന്തോ ആണ് സംഭവം. പക്ഷെ ഒരു നോർമൽ സ്പീഡിലേ വന്നിട്ടുള്ളൂ. രാത്രിയാണ്. കാഴ്ച ശക്തി കുറഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. ചെറുപ്പക്കാരാണെങ്കിൽ അത് പൂഞ്ചിട്ട് എത്തിക്കും, വളരെ സ്പീഡിൽ എത്തിക്കും. എത്തിക്കാന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊന്നിട്ട് എത്തിക്കാന്നല്ല കേട്ടാ, ഒരാളെയും കൊല്ലാതെ വേണ്ട രീതിയിലുള്ള സംഭവം വെച്ചിട്ട് സംഭവം എത്തിക്കും. അതേ സമയത്ത് ഇപ്പോ ഒരു പ്രൈവറ്റ് ബസ് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആ ബസ് ഒഴിവാക്കിയിട്ട് അതേ ചാനലിൽ അതേ ടൈമിങ്ങിലും വല്ല പ്രൈവറ്റ് ബസ് ഉണ്ടെങ്കിൽ ഞാൻ പൈസ പോയാലും വേണ്ടില്ല എന്ന് ഇറങ്ങിയിട്ട് വേറെ പ്രൈവറ്റ് ബസ്സിൽ കയറും. കാരണം എന്താ വെച്ചാൽ പ്രൈവറ്റ് ബസ് ഓടിക്കാൻ ചെറുപ്പക്കാരുണ്ടെന്ന് മാത്രല്ല വളരെ വ്യക്തമായിട്ട് ഭംഗിയായിട്ട് എത്തിക്കുകയും ചെയ്യും. ഇതെനിക്ക് സത്യം പറഞ്ഞാല് സംഗതി ഇരിക്കാനും കാര്യങ്ങളൊക്കെ സുഖമുള്ള സംഭവം തന്നെയാണ് KSRTC. എങ്കിലും പ്രൈവറ്റ് ബസ്സിനേക്കാളും കുറച്ചും കൂടെ സ്പേസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റി അങ്ങനെയൊക്കെ തന്നെയാണ് അതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ എങ്കിലും വളരെ മടുപ്പുളവാക്കുന്ന ഒരു യാത്രയായിരുന്നു ഇന്നലത്തെ. ചില സ്ഥലത്തേക്ക് KSRTC മാത്രമേ ഉള്ളൂ. നമ്മളിവിടുന്ന് ഗുരുവായൂർക്ക് പോവാൻ നിന്നാല് KSRTC ആണ് യാത്ര മാർഗം. ഏറ്റവും കുറഞ്ഞ ചെലവിൽ. ഈ കുറഞ്ഞ ചെലവിലാണ് ഒരു യാത്രാമാർഗം കൊടുക്കുന്നത്. നേരെ കുറിച്ച് സുഖം, നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സുഖം വേണം, എന്നാൽ ധനം കുറവും വേണം. ഇനി റെയിൽവേ ഏറ്റവും കുറഞ്ഞ യാത്രയുണ്ട്, അതിൽ കൂടെ യാത്രയുണ്ട്, ഒക്കെ ഉണ്ടായില്ല. അതാ രസം. ഒരുപാട് കമ്പാർട്ട്മെന്റുകൾ വ്യത്യസ്തമായ രീതിയിൽ കോർത്തിണക്കിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. ഓരോ കോച്ചിന് വരെ അതിൽ പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ജനറൽ കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് പഴക്കമേറിയ മറ്റേ മോശമായ കമ്പാർട്ട്മെന്റ്. അതായത് ജനറൽ കമ്പാർട്ട്മെന്റിന്റെ ഇതിന്റെ ടയറിലുള്ള വീലുകൾ, അതിലുള്ള ബെയറിങ്ങുകൾ വേറെ ടൈപ്പും, ഈ എയർ കണ്ടീഷൻഡ് കോച്ചിന്റെ അതിന്റെ വീലുകളും ബെയറിങ്ങുകളും വേറെ ടൈപ്പും ആണെന്ന് ചോദിച്ചാൽ ആണ്. കാരണം എന്താ വെച്ചാൽ എയർ കണ്ടീഷൻഡ് ബോഗി 3 ടയർ ആയാലും 2 ടയർ ആയാലും അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. ഫസ്റ്റ് AC അതിലൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. ഈ പറഞ്ഞ പോലെ ജനറലിലും യാത്ര ചെയ്ത് നോക്കണം. വ്യത്യാസമുണ്ട്, ട്രാവലിങ്ങേ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് യാത്ര ചെയ്തുകൊണ്ടാണ് നമുക്കറിയാം. പക്ഷെ ചിക്കിളി കുറച്ച് ചിലവും. പക്ഷെ അവിടെ സമയലാഭമുള്ള ട്രെയിനുകൾ ഉണ്ട് ഇപ്പോഴത്തെ. വന്ദേ ഭാരത്, അതുപോലെ വേറെ 1-2 ഇതൊക്കെ വരുന്നുണ്ട്. ഇനിയും സമയലാഭം കൂട്ടുന്ന ട്രെയിനുകൾ വരികയാണെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാർ ഫ്ലൈറ്റിനെ ആശ്രയിക്കുന്നതിന് പകരം ട്രെയിനിനെ ആശ്രയിക്കും. അതിലും കാറ്റഗറി ഉണ്ടായാൽ മതി. ഇപ്പോൾ വന്ദേ ഭാരതിൽ ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ പോസ് ചെയ്യാൻ പോയില്ല. എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ പോയി. എറണാകുളം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. വന്ദേ ഭാരതിൽ കയറിപ്പോയി. വരുമ്പോഴും പോകുമ്പോഴും ഞാൻ ബുക്ക് ചെയ്തു. പോകുമ്പോൾ സെക്കൻഡ് ടൈപ്പ്, വരുമ്പോൾ ഫസ്റ്റ്. മറ്റേ കസേരയൊക്കെ അങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റില്ല. വരുമ്പോൾ രാത്രി ആയതുകൊണ്ട് ഒരു കാഴ്ചയും കണ്ടില്ല. അതൊക്കെ പറഞ്ഞാൽ അത് ഫസ്റ്റ് ആയിട്ട് എടുത്തതല്ല. അതായത് ആ സമയത്ത് അതിലെ വേക്കൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എടുത്താണ്. വരുമ്പോൾ നൈറ്റ് വിഷൻ കാണുന്നത്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് അതിൽ എനിക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. എന്നാൽ സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്, സമയനഷ്ടം വന്നിട്ടുണ്ട്. ബിസിനസ്സാണ് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ എല്ലാ മേഖലയും കൂടെ ഒരുമിച്ചാണ് ഇപ്പൊ ഇതിന് പറയുന്നത്. ഇതിനിപ്പോ എന്താ പറയാ, പേരെന്താ ഇടാന്നുള്ളതൊക്കെ വന്നപ്പോഴും തീരുമാനത്തിലെത്തിയില്ല. ഇവിടുത്തെ വ്യാപാരം, സേവനം അതിന്റെ നഷ്ടത്തിലേക്ക് പോകുന്നതിന്റെ നഷ്ടങ്ങൾ ഒരു നഷ്ടമല്ലാതെ മുന്നേറുന്നവരുടെ, പരാജയപ്പെട്ട് ഊട്ടിപ്പോരുന്നവരുടെ, വിജയിക്കുന്നവരുടെ മൊത്തത്തിലുള്ള ഒരു എൻ്റെ ഒരു നിരീക്ഷണം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു നിരീക്ഷണം മാത്രമാട്ടോ. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള നിരീക്ഷണത്തിന് വേണ്ടി ഞാൻ
ഈ പറഞ്ഞ പോലെ പത്രങ്ങളും അച്ചടിച്ച പത്രത്താളുകളും ബാക്കിയുള്ളതൊക്കെ കാണാറുണ്ട്. പക്ഷെ അത് മാത്രല്ല, ഒരു ബിസിനസ് സ്ഥാപനം ഉയരാനുള്ള ഒരു പ്രധാന കാരണം തന്നെ അത് മാത്രമല്ല. ഇന്നിപ്പോ കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ അടയ്ക്കുവാണ് ഇരിക്കുന്നത്. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് നന്നായി ചിന്തിക്കണം. അങ്ങനെ ഒരു അടയ്ക്കുവാഴൊന്നും ഇല്ല. കോർപ്പറേറ്റുകൾ നല്ല സൗകര്യം കൊടുക്കുമ്പോൾ അത് നല്ല വൃത്തിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോ എയർ കണ്ടീഷനിങ് മേഖലയിൽ കുറേ കാലമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. എന്നോട് നമ്മളൊരു റിലേറ്റീവ് ചോദിച്ചാണ്, നമുക്ക് എയർ കണ്ടീഷണറൊക്കെ ഉണ്ടാക്കി വിറ്റൂടെ, അതിപ്പോ സംഭവം ഇങ്ങനെ അങ്ങനെ അങ്ങനെ. അന്ന് ഞാനത് ആലോചിച്ചെന്ന്, എൻ്റെ അടുത്ത് പൈസ വേണ്ടേ, അന്ന് ഞാനിങ്ങനെ ഇതിനൊക്കെ പോകുന്നു. പക്ഷെ അങ്ങനെയുള്ള ഓരോ മേഖലയിലൂടെ ചെയ്യുന്നവർക്ക് മെച്ചപ്പെടും. പിന്നെ എൻ്റെ മേഖല അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതും കൂടെയാണ് ഞാൻ ആ പണി ചെയ്യുന്നത്. ഇവിടുത്തെ പാര എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ശരിക്കും പാരൊന്നും ഇല്ല. അത് ഓരോരുത്തർ ചെയ്യുന്ന കർമ്മങ്ങൾ, ബിസിനസ്സിലുള്ള ചെറിയ ചെറിയ പാളിച്ചകൾ, ഇതൊക്കെയാണ് ശരിക്കും ഓരോന്നിനെ പരാജയപ്പെടുത്തുന്നത്. പാര എന്ത് പാര വെച്ചാലും എന്ത്. അപ്പൊ എനിക്ക് പാൻ്റ് ഇട്ട് ഇവിടെ ഇരിക്കാൻ അറിയാനിട്ടല്ല, പാൻ്റ് എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടല്ല, ഞാനൊരു ഉദാഹരണം പറയാൻ വേണ്ടി ട്രൗസർ ഇട്ടായിരുന്നു. ഇതാണ് അവസ്ഥ ഏത് മേഖലയിലും അവസ്ഥ. ട്രൗസർ ഇട്ട്, ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാൻ്റാണ്, പാൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ നമ്മള് ഇതടിക്കുക. പക്ഷെ ഇത് പാൻ്റല്ല, ഇത് ഞാൻ വാങ്ങിച്ച ട്രൗസർ തന്നെയാണ്. അന്ന് പാൻറ്റിനേക്കാളും ചിലപ്പോൾ പൈസ ചിലവായിട്ടുണ്ടാവും. അത്ര രൂപ ചിലപ്പോൾ പാൻറ്റിന് ചിലവായിട്ടുണ്ടാവില്ല. ഈ ട്രൗസർ അത്യാവശ്യം കാലം നിലനിൽക്കുകയും ചെയ്യും. പക്ഷെ ഇതിപ്പോ എനിക്ക് അത്യാവശ്യം ലൂസായി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇച്ചിരി തടിയൊക്കെ വന്നു. അത് ആദ്യമൊക്കെ നല്ല ഫിറ്റ് ആയിരുന്നു. ഇപ്പൊ ബെൽറ്റ് ഇടാതെ ഒന്നും നിൽക്കൂല. ഇതേ അവസ്ഥയാണ് എല്ലാ മേഖലയിലും. KSRTC ആയാലും പറഞ്ഞ വലിയ ബിസിനസ്സുകാരാണെങ്കിലും ബാങ്കുകളുടെ അവസ്ഥ ഇതന്നെ. ഒരു തരം മത്സരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പല മേഖലയിലും ഓരോ വിധത്തിലുള്ള മത്സരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതിലെ ഗിവ് ആൻഡ് ടേക്ക് പോളിസി കറക്റ്റ് ആണെങ്കിൽ നിലനിൽക്കും. ഞാൻ ISROയിൽ വർക്ക് ചെയ്തിരുന്ന കാലം SBI ബാങ്ക് ആണ് ഞാൻ അന്ന് എനിക്ക് അവിടെ നിന്ന് സാലറിക്ക് വേണ്ടി ചൂസ് ചെയ്തു. സീറോ ബാലൻസ് അല്ലേ, അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ സാലറിയിൽ വരും. ആ സാലറി ഉപയോഗിച്ച് അതിന് ചെറിയ പൈസ വേണ്ടി ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ്. അപ്പോഴും ഈ ഒരു ചെറിയ പൈസയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പൊ എന്താ, 20 റുപ്യ 30 റുപ്യ അങ്ങനെയൊക്കെയാണ് പിടിക്കുന്നത്. എന്താ, ഒന്ന് ATM ചാർജ്, പിന്നെ അങ്ങനെയുള്ള എല്ലാവരും ചിലർ കാര്യം. പിന്നെയാണ് മനസ്സിലായത് ഇവര് നിയമം മാറ്റി. പബ്ലിക്കായിട്ട്, അതായത് 5 തവണയിൽ കൂടുതൽ ATM യൂസ് ചെയ്താൽ പാര. അപ്പോ അതിന് കൂടുതൽ ചാർജ് എക്സ്ട്രാ ഈടാക്കുക. അപ്പൊ ATM നമ്മളെ കയ്യിൽ ഉണ്ട് താനും, ഉപയോഗിക്കാനും പാടില്ല. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോ പിന്നെ അപ്പോഴേക്കും ഗൂഗിൾ പേ ഒക്കെ വന്നതോട് കൂടിയിട്ട് നമുക്കത് വലിയൊരു വിഷയമല്ലാതെ മാറി. അപ്പൊ എന്ത് കാര്യത്തിനും നമുക്ക് 11 ഉണ്ടല്ലോ, ഗൂഗിൾ പേ ഉണ്ടല്ലോ, ATM യൂസ് ചെയ്യണ്ടല്ലോ. ബാങ്കിലൊക്കെ വരാൻ പോണ സംഭവട്ടോ. ജനങ്ങൾ പൈസ കൊണ്ടിട്ടാലല്ലേ ബാങ്കിൽ നിന്ന് എടുക്കുമ്പോ അതിന് ചാർജ് കൊടുക്കണ്ടുള്ളൂ. നമ്മള് വൈകുന്നേരം വരെ അധ്വാനിച്ച പൈസ 1000 രൂപ അവിടെ കൊണ്ടുപോയിട്ട്, പിന്നെ 1000 രൂപ കൊണ്ടുപോയിട്ട് 10,000 രൂപ അവിടെ ഇട്ട്, ഈ 10,000 നമുക്ക് എടുക്കാൻ പറ്റില്ല. 1000 രൂപയുടെ ബാലൻസ് 9,000 എടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 30-40 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഒരു വർഷത്തിലല്ലട്ടാ, ചിലപ്പോൾ മാസത്തിൽ തന്നെ. അതായത് 5 തവണയിൽ കൂടുതലായിട്ട് നമ്മളിപ്പോ ഇങ്ങനെ വിട്ടുക, കാരണം ഇത് സേഫിന് വേണ്ടിയിട്ടാണല്ലോ ഇത് കൊണ്ടേക്കുന്നത്. 5 തവണയിൽ കൂടുതലായിട്ട് ഇതെടുത്തു കഴിഞ്ഞാൽ ഓരോ തവണയ്ക്കും ബാങ്കിന് കൊടുക്കണം പൈസ. അങ്ങനെ 150 കോടി ജനങ്ങൾ, 150 കോടി ജനങ്ങളിൽ എത്ര കോടി ജനങ്ങൾ ഈ ബാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്? അതൊക്കെ ഇല്ലാതാക്കാൻ വളരെ സിമ്പിളാണ്. ഇപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്
അത് 1 രൂപ ചെലവില്ലാതെ ആക്കാൻ വളരെ സിമ്പിളാണ്. സീറോ ബാലൻസ് ഉള്ളവരാണെങ്കിലും എഴുതി കൊടുത്താൽ മതി, ATM കാർഡ് ഇനി മുതൽ എനിക്ക് വേണ്ട. അപ്പൊ ATM ചാർജ് പിടിക്കില്ല. ചെക്ക് എനിക്ക് വേണ്ട, എഴുതി കൊടുത്താൽ മതി, ചെക്കിന്റെ ചാർജും പിടിക്കില്ല. അപ്പൊ നമ്മളെ പൈസ എന്തിനാ അവിടെ കൊണ്ടുവരുന്നു? എങ്ങനെ കൊണ്ടുവരും? പോയി ക്യൂ നിൽക്കണം. പക്ഷെ അവിടെ സമയം നഷ്ടമുണ്ട്. ബാങ്കിൽ പോയി ക്യൂ നിന്ന് ഇതൊക്കെ ഒഴിവാക്കാനാണ് ഇപ്പൊ നമുക്ക് ഗൂഗിൾ പേയും മറ്റോ മറിച്ചൊക്കെ പോകുന്നത്. ഇപ്പൊ ഇന്നിപ്പോ ഫോണിൽ റീചാർജ് ചെയ്യുമ്പോൾ ആദ്യം ഒക്കെ ഫോണിൽ റീചാർജ് ചെയ്യുമ്പോൾ 299 നമ്മൾ ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യുമ്പോൾ കറക്റ്റ് 299 റുപ്യ ചിലവാകുള്ളൂ. ഇന്ന് 299 റുപ്യ റീചാർജ് ചെയ്യുമ്പോൾ 300 രൂപ 80 പൈസയാണ് ചിലവാകുന്നത്. സാധാരണക്കാര് ചിന്തിക്കൂല, പക്ഷെ ബാക്കിയുള്ളവർ ചിന്തിക്കും. അതിനിപ്പോ കടകളിൽ റീചാർജ് കടകളുടെ അവസ്ഥ എന്താന്ന് എനിക്കറിയില്ല. 299 റുപ്യ റീചാർജ് ചെയ്യാൻ നമ്മളൊരു കടക്കാരൻ്റെ അടുത്ത് പോയി അതൊന്ന് റീചാർജ് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ പണ്ട് കൂപ്പണ്ടല്ലോ പരിധി നോക്കല്, ഇതൊക്കെ പരിപാടി നല്ല സമയനഷ്ടമാണ്, ആരോഗ്യനഷ്ടം. ഇതില് നമ്മൾക്ക് നന്നായിട്ട് ചിന്തിക്കേണ്ട സംഭവം എന്താ വെച്ചാൽ ബാങ്കുകളും പൊട്ടും. കാരണം ജനങ്ങളുടെ സപ്പോർട്ട് കൂടിയിട്ട് ആണ് ഈ ബാങ്കുകൾ മുഴുവൻ നിലനിൽക്കുന്നത്. ആരോഗ്യ മേഖലയും പൊട്ടും. ഏത് ഹോസ്പിറ്റലുകൾ, ബിസിനസ്സുകൾ ഒക്കെ പൊട്ടും. ഒക്കെ പൊട്ടാനുള്ള കാരണം അതാത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. എല്ലാ ബാങ്കുകളും പൊട്ടൂല, എല്ലാ ആശുപത്രികളും പൊട്ടൂല, എല്ലാ യാത്രാമാർഗങ്ങളും പൊട്ടൂല. റെയിൽവേ ഒന്നും പൊട്ടൂല. കാരണം റെയിൽവേക്ക് അറിയാം, റെയിൽവേക്ക് വരുമാനം ഉണ്ടാക്കേണ്ട വകുപ്പ്. ISRO പൊട്ടൂല എന്ന് പറഞ്ഞാൽ ISRO ചിലപ്പോൾ കുറെ കാലങ്ങൾക്കൊക്കെ ശേഷം പിന്നെ അത് അങ്ങനെ പതുക്കെ നിർത്തി വെച്ചേക്കാം. പൊട്ടൂല. ISROയിലുള്ള വ്യക്തികൾക്ക് വേണ്ട പെൻഷനും കാര്യങ്ങളും കൊടുത്താൽ മാക്സിമം കൊണ്ട് BSNL കിട്ടൂല. കാരണം അത് കേന്ദ്ര ഗവൺമെന്റ്. തപാൽ മേഖല, പോസ്റ്റ് ഓഫീസ് പൊട്ടൂല, അതും കേന്ദ്ര ഗവൺമെന്റ്. പക്ഷെ ലവന്മാര് ഈ കൊറിയർ കമ്പനികൾ സേവനമാണല്ലോ, DTDC മറ്റത് മറിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ മേഖലകളിലൊക്കെ ചെറിയ തകർച്ചകൾ സംഭവിക്കും. കാരണം ഇന്നിപ്പോ ആ സേവനങ്ങൾ വേറെ പലരും ഏറ്റെടുത്തു. ഇപ്പൊ KSRTC തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. DTDCയുടെ മറ്റേതിന് ചിലവോടെ വരുന്നുണ്ട്. പക്ഷെ KSRTCയിൽ വിശ്വസിച്ച് കൊടുത്തയക്കാൻ പറ്റിയ സാധനങ്ങൾ മാത്രമേ കൊടുത്തയക്കാൻ പറ്റുള്ളൂ. DTDCയിലൂടെയും അതുപോലെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള കൊറിയർ സർവീസുകളിലൂടെയും വിശ്വസിച്ച് കൊടുത്തയക്കാൻ പറ്റുന്ന അതിന്റെ ചാർജ് നോക്കണം. ഒരുപാടായിട്ട് കൊറിയർ സർവീസുകൾ ഉണ്ടെങ്കിലും പല കൊറിയർ സർവീസുകളുടെയും ചാർജുകൾ വ്യത്യസ്തമായ രീതിയിലാണ്. കാരണം വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ സേവനം വ്യത്യസ്തമായ. അതായത് ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് സാധനം എടുത്ത് കൊണ്ടുപോയിട്ട് വേറുള്ളവന്റെ വീട്ടിലെത്തിക്കുന്ന, നമ്മുടെ ഡൽഹിയിലാണെങ്കിലും പൂനെയിലാണെങ്കിലും എവിടെയാണെങ്കിലും വീട്ടിലെത്തിക്കുന്ന വിധത്തിലുള്ള കൊറിയർ സർവീസുകളുണ്ട്. ഇനി അതെല്ലാം നമ്മൾ കൊറിയറിന്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്താൽ ആ സ്ഥലത്തുള്ള കൊറിയറിന്റെ ഓഫീസിൽ എത്തിക്കുന്ന കൊറിയർ സർവീസ് ഉണ്ട്. അപ്പൊ അതിൽ ഓരോ മേഖലയും ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെയൊക്കെ വളർച്ചയും തളർച്ചയും. പിന്നെ ഓൺലൈൻ സ്ഥാപനങ്ങൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ അങ്ങനെയുള്ള കുറേ മേഖലകളില്ലേ, അത് അങ്ങനെയുള്ള സംഭവങ്ങൾ, അതിൻ്റെയൊക്കെ അവസ്ഥ നോക്കാം എന്താവും എന്നുള്ളത്. ആമസോണ് ഈ വിദേശത്തൊക്കെ ചെറിയ ഷോപ്പുകൾ ഇട്ട് തുടങ്ങിയെന്നുണ്ട്. ചെറിയ ചെറിയ ഷോപ്പുകൾ. എന്താ വെച്ചാൽ ജനങ്ങൾക്ക് അവിടെയൊക്കെ കൂടുതൽ കുറച്ചും കൂടെ പുസ്തകങ്ങളാണ് പ്രധാനം. നമ്മളവിടെ അങ്ങനെ പുസ്തകങ്ങളോട് വലിയൊരു പ്രാധാന്യം. ലൈബ്രറികളൊക്കെ ഇട്ട് തുടങ്ങി, അങ്ങനെ എന്തോ ഒരു ന്യൂസ് ഞാൻ കേട്ടു. ഏകദേശം സമയം എടുത്തു. അപ്പൊ ഞാൻ ഈ ഒരു വിഷയവുമായിട്ട് തൊഴിൽ, കച്ചവടം, ബിസിനസ് എന്നീ കാര്യങ്ങളുമായിട്ട് കുറച്ചും കൂടെ ഡീപ്പായി ചിന്തിച്ച് ഇതിന്റെ ഉയർച്ചയും തകർച്ചയും, എന്ത് പേരെന്തോന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ പേരെന്തോന്നും മനസ്സിൽ വന്നില്ല. എന്നാലും ഒരു ഏകദേശം ഒരു പേര് ഞാൻ കണ്ടെത്തിയത്, അറിയൂ, എൻസൈക്ലോപീഡിയ എന്നിട്ടൊരു പേരിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കും.
യെസ്, അതാകുമ്പോൾ നമുക്ക് എന്തും സംസാരിക്കാം. സർവവിജ്ഞാന കോശം. ഈ കോശത്തിന് കുറച്ച് സർവവിജ്ഞാനങ്ങൾ